പ്രിയപ്പെട്ടവരെ, മന്നാ ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഒരു വിചിന്തനം നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് കാൽവരിയിലെ കുരിശിൽ മുൾമുടികൾ ധരിച്ച് ചോര വാർന്ന് കഴിയുന്നൊരു ക്രിസ്തുവിൻ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കകത്തൊക്കെ വരിക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ കരയാനായിട്ടൊക്കെ ഒരു കാരണം ഇതൊക്കെ കൂടിയാണ്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ സമഗ്രമായൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ കണ്ണുനീര് മാത്രമല്ല ക്രിസ്തു ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു തന്നത്. ജീവിതത്തെ ഇത്ര സന്തോഷകരമായി ആഘോഷമായി മുൻപോട്ട് കൊണ്ടുപോയ മറ്റൊരാൾ എവിടെയാണുള്ളത്? തൻ്റെ 33 വയസ്സുവരെ അദ്ദേഹം വളരെ ആഘോഷപൂർവ്വം ജീവിച്ച മനുഷ്യനാണ്. പാവങ്ങൾക്ക് തൻ്റെ ജീവിതത്തെ സ്വായത്തമാക്കി കൊടുത്തു. വേദനിക്കുന്നവൻ്റെ കണ്ണുനീരൊപ്പി, വിശക്കുന്നവന് ആഹാരം കൊടുത്തു, അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചു. അവൻ അത്രയും ബന്ധങ്ങളുണ്ടാക്കി ജീവിതത്തെ മുൻപോട്ട് പോയി. കരുണയുടെ ഒരു മൂർത്തഭാവമായിട്ട് ജീവിതത്തിൽ മാറിയ ആളായിരുന്നു ക്രിസ്തു. അവനെ കാണുവാൻ വേണ്ടി അനേകം പേർ വന്നു, അവനെ ഒന്ന് സ്പർശിക്കുവാൻ വേണ്ടി കാത്തിരുന്നു. ഓരോ ദിവസവും തൻ്റെ ജീവിതത്തെ ഇത്രമാത്രം ആഘോഷമാക്കി മുൻപോട്ട് കൊണ്ടുപോയ ഒരാളാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം എന്താണെന്ന് അറിയാമോ? കണ്ണുനീരല്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൻ്റെ ചില സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെ ഈ ക്രിസ്തുവുമായിട്ടും കൂടെ നമ്മൾ പങ്കുവെക്കണം. എന്നും നിങ്ങളുടെ കഥനത്തിൻ്റെ കഥ മാത്രമല്ല ദൈവം കേൾക്കേണ്ടത്. നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും കൂടെ ചിലപ്പോൾ ഈ ക്രിസ്തുവിനോട് നമ്മൾ പറയണം. അപ്പോഴേ ദൈവത്തിന് ആനന്ദമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കണ്ണുനീരിൻ്റെ അകമ്പടിയോടുകൂടെ ദൈവത്തെ വിളിക്കാതെ അല്പമെങ്കിലും ജീവിതത്തിൻ്റെ ആനന്ദങ്ങളെ ദൈവവുമായി പങ്കുവെച്ചിട്ട് വേണം കർത്താവിനെ വിളിക്കാൻ. അതൊരു പുതിയ അനുഭവമായിരിക്കും, ആത്മീയതയുടെ ഒരു നിറവായിരിക്കും. ഇതിലേക്കൊന്ന് മാറ്റി പ്രതിഷ്ഠിക്കാൻ നോക്ക്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.